ഷിനാസേ, അറിയോടാ? ഇവിടെ കണ്ട പോലെ അങ്ങോട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഞാനൊരു പഴയ അയൽവക്കവാ, നിനക്ക് ഓർമ്മയില്ലാണ്ടാ. ഓ ഇപ്പൊ പിടി കിട്ടി. അഞ്ചേക്കല്ലേ? അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട്. എവിടെ ആരും ഇത്രയും കാലം? ഒരുപാട് കാലമല്ലേ കണ്ടിട്ട്. അപ്പൊ നമുക്ക് തങ്ങത്തോട്ട് മാറി നിൽക്കാം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നടാ, ഓരോരോ ഓട്ടങ്ങളല്ലേ. പിന്നെ എന്നാ തോന്നി ഇതിലേക്ക് പെട്ടെന്ന് വരാൻ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ ഒന്ന് വന്നതാ. ഒരു പഴയ കണക്ക് തീർക്കാനുണ്ട്. അയ്യോ, പണ്ടത്തെ വഴക്കിന്റെ വല്ല പകരം വിട്ടാൻ വന്നതാണോ? അതൊന്നും അല്ലടാ, അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർത്താൽ. അതല്ലാതെ വേറെ കാര്യം? അതൊരു കടവാടാ. ചെറുപ്പത്തിൽ നീ അറിയാതെ നിന്റെ ഒരു സാധനം ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു. നീ അത് കാണാതെ കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഞാനത് ചുരണ്ടി എൻ്റെ പെയിൻ്റൊക്കെ മാറ്റി അത് നിന്റെ മുന്നിൽ കൂടെ കണ്ണെ ഉപയോഗിച്ച് നടന്നായിരുന്നു. അത് കൊള്ളാമല്ലോ. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. ആ പ്രായത്തിൽ നമുക്ക് വലിയ പക്വതയൊന്നുമില്ലല്ലോ, കൊതി കൊണ്ട് അങ്ങ് എടുത്തു പോയതാടാ. ഇതൊക്കെ പിള്ളേർ തമ്മിൽ ഉണ്ടാകുന്നതല്ലേ, പറഞ്ഞിട്ടിനകത്തിനാ. നീ ഇവിടെ നിൽക്കേ, ഞാൻ ഒരു സാധനം എടുത്തോണ്ട് വരാം കേട്ടോ. ഇത് നീ വെച്ചോടാ. എടാ ഷിനാസേ, ഇതൊന്നിനും ഒന്നും പകരമാകിയല്ല. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളിലൊന്നാണിത്. നീ ഇത് വെച്ചു. നീ ചിരിക്കുമൊന്നും വേണ്ട. ഇത് കാണുമ്പോൾ ഓർക്ക് നീ എനിക്ക് വട്ടാന്ന്. എടാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. എന്നാലും ഇതെന്നാ സാധനം? അതൊക്കെ നീ സമയം പോലെ നോക്കിയാൽ മതി. ഞാൻ പോയേക്കോ, എനിക്ക് ഇത് തിരക്കുണ്ട്. പോട്ടെ. മനുഷ്യാക്കാ, എന്നാലും നിങ്ങൾക്ക് ഇപ്പൊ ഇത് തോന്നണ്ട കാരണം? എടാ കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നുമെങ്കിലും എന്തോ ഒരു ബാധ്യത മനസ്സിൽ നിന്ന് ഒഴിഞ്ഞ പോലുള്ള ആശ്വാസമാടാ. ശരി, ഞാൻ എന്നാ പോട്ടാ.